പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ കമ്പാരിസൺ ഓഫ് 2 പോയംസ് ആണ് ചെയ്യുന്നത്. ഷുവർ ക്വസ്റ്റ്യൻ എന്നറിയാമല്ലോ കമ്പാരിസൺ. അപ്പോൾ ഇന്ന് നമ്മൾ റൈസ് എന്നുള്ള ആ പോയവും വേറൊരു പോയം, അതായത് നിങ്ങൾ മറന്നിരിക്കാനിടയുള്ള പോയമാണ്, നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഒന്നും ഇല്ലാത്ത പോയമാണ്. ഏതാണ്? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹർട്ട് എ ലിറ്റിൽ. അങ്ങനെ ഒരു പോയം പഠിച്ചു ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഈ 2 പോയവും കൂടി കമ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരത്തെ ഒരു എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്, ഇപ്രാവശ്യം അത് വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളിത് മറന്നു പോയിരിക്കുന്നതുണ്ട്. രണ്ടാമത്തെ ആ പോയം നിങ്ങൾ മറന്നു പോയതാണ്, അത് ഫോക്കസ് ഏരിയയിലില്ല, അത് പഠിക്കേണ്ടെന്നൊക്കെ വെച്ച് നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺസീൻ പോയമായിട്ട് അത് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒന്ന് നോക്കി വെച്ചേക്കുക. ഒത്തിരി കാര്യമായിട്ടൊന്നും എഴുതിയില്ലെങ്കിലും നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക, പോയിൻറ്റ്സ് എന്താണെന്ന് നോക്കി വെക്കുക. അപ്പോൾ 2 പോയത്തിൻ്റെയും എന്താണ് അതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്കറിയാമല്ലോ പോയത്തിൻ്റെ. അപ്പോൾ അതങ്ങോട്ട് എഴുതുക. പിന്നെ പോയറ്റിക് ഡിവൈസസ് എഴുതുക. അപ്പം അതൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിൽ തന്നെ പോയറ്റിക് ഡിവൈസസ് ഏതാണെന്ന് ഒന്ന് എഴുതുക. ഒരു 7-6 മാർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ആ പോയറ്റിൻ്റെ പേരും നിങ്ങൾക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. ഒത്തിരി നീട്ടി വലിച്ചെഴുതണം എന്നൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് എലാബറേറ്റായിട്ടല്ല, ഒരു 80 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിക്ക് വേണ്ടി ഉള്ള ഒരു ഇതാണ്, ഒരു വീഡിയോ പോലെയാണിത്. അപ്പോൾ 80 വേണ്ടെങ്കിൽ തന്നെയും ഇതൊന്ന് കണ്ട് നോക്കുക. അപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ആ പോയിൻറ്റ്സ് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് കമ്പാരിസൺ ചെയ്യുന്നത് പോയം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ദ പോയം ആൻഡ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം. ഫസ്റ്റ് പോയത്തിൻ്റെ, ആദ്യത്തെ പോയത്തിൻ്റെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആൻഡ് സെൻട്രൽ ഐഡിയ. അപ്പോൾ ആരാണ് പോയം എഴുതിയത്, പോയത്തിൻ്റെ പേരെന്താണ്, ഇതിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണെന്ന് ആദ്യം പറയുക. പിന്നെ പാരാഫ്രൈസ് ദ ഫസ്റ്റ് പോയം പാരാഫ്രൈസ് ചെയ്യുക. അടുത്തത് സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് ദ പോയം. അതിൽ ലാംഗ്വേജ്, പോയറ്റിക് ഡിവൈസസ്, ഫോം, ഇമേജ്, സിമ്പിൾസ്, ഇപ്പോൾ ഇതൊക്കെ എന്താണെന്ന് മൂന്നാമത്തെ ഇതിൽ പാരഗ്രാഫിൽ പറയുക. അടുത്തത് ബ്രീഫ്, ഇതുപോലെ തന്നെ രണ്ടാമത്തെ പോയം ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ദ സെക്കൻഡ് പോയം ആൻഡ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം, പാരാഫ്രൈസ് ദ പോയം. പിന്നെ സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് ദ സെക്കൻഡ് പോയം നമ്മൾ ആദ്യത്തേത് ചെയ്തതുപോലെ തന്നെ. പിന്നെ കമ്പയർ ദ 2 പോയംസ് ഹൈലൈറ്റിംഗ് ദെയർ തീമാറ്റിക്, സ്ട്രക്ചറൽ, ലിംഗ്വിസ്റ്റിക് സിമിലാരിറ്റീസ് as well as dissimilarities and also similarities between poetic devices such as metaphor, simile, personification, etc. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതൊന്ന് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പം അതിലുപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, റൈസ് എന്നുള്ള പോയത്തിലെ ലാംഗ്വേജ് എങ്ങനെ മറ്റേ ഡെൻറ്റിസ്റ്റിൻ്റെ പോയോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹർട്ട് എ ലിറ്റിൽ എന്നുള്ള പോയമായിട്ട് എങ്ങനെ സിമിലർ ആയിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക്, അതായത് ലാസ്റ്റ്ലി സമ്മറൈസ് ദ പോയം വിത്ത് യുവർ പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ 7 കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പോയം ആൻഡ് പോയറ്റ്. ആദ്യം ചെയ്യേണ്ടത് പോയത്തിനെ കുറിച്ചും പറയുക. പിന്നെ തീം, പിന്നെ സെൻട്രൽ ഐഡിയ, പിന്നെ ലാംഗ്വേജ്, സ്ട്രക്ചർ, പോയറ്റിക് ഡിവൈസസ്, യുവർ ഒപ്പീനിയൻ. ഓക്കെ, നമുക്ക് നോക്കാം. The poem Rice deals with the plight of the farmers who have been forced to grow cash crops instead of ഫുഡ് ക്രോപ്പ് ഫോർ ദ റീസൺ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ റൈസ് എന്നുള്ള പോയം നിങ്ങൾക്കറിയാം എന്തിനെക്കുറിച്ചുള്ളതാണ്. ദ പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ പുവർ കണ്ടീഷൻ, ഫാമേഴ്സിൻ്റെ ആ പുവർ കണ്ടീഷൻ, ആ വാക്കൊക്കെ നിങ്ങൾ ഓർത്തിരുന്നോണം കേട്ടോ. പ്ലൈറ്റ് എന്നുള്ള വാക്ക്, അത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പുവർ കണ്ടീഷൻ. ഹു ഹാവ് ബീൻ ഫോഴ്സ്ഡ് ടു ഗ്രോ ക്യാഷ് ക്രോപ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്. അപ്പോൾ ഫുഡ് ക്രോപ്സിന്, അതായത് റൈസ്, ഗോതമ്പ് അതുപോലെയുള്ള സാധനങ്ങൾ, ക്രോപ്സിന് പകരം ക്യാഷ് ക്രോപ്സ്, റബ്ബർ പോലെയുള്ള ക്യാഷ് ക്രോപ്സ് വളർത്താൻ ശ്രമിക്കുന്ന കർഷകൻ്റെ ഒരു ദുര്യോഗം, ഒരു പ്ലൈറ്റിനെ കുറിച്ചാണ് ഈ പോയം പറയുന്നത്. ദ പോയം ഈസ് റിട്ടൺ ബൈ ദ ഫേമസ് മലയാളി പോയറ്റ് ചെമ്മനം ചാക്കോ. അത് നിങ്ങൾക്കറിയാലോ. ദ പോയറ്റ് പ്രസൻസ് ദ നൊസ്റ്റാൾജിക് ഫീലിങ്സ്. ഇതൊക്കെ നൊസ്റ്റാൾജിയ എന്നൊക്കെ എപ്പോഴും നിങ്ങൾ പറയുന്ന വാക്കല്ലേ അല്ലേ? അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഓഫ് ദ നറേറ്റർ who returns to his home in Kerala after having lived in North India during his doctorate. അപ്പോൾ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി ഇദ്ദേഹം നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഓർമ്മിക്കുന്ന കാര്യങ്ങളാണ് ഈ പോയത്തിൽ പറയുന്നത്. ദ പോയറ്റ് പ്രസൻസ് ദ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഓഫ് ദ നറേറ്റർ ഹു റിട്ടേൺസ് ടു ഹിസ് ഹോം ഇൻ കേരള. കേരളത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അദ്ദേഹത്തിൻ്റെ ഫീലിങ്സാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ഹാവിങ് ലിവ്ഡ് ഇൻ നോർത്ത് ഇന്ത്യ ഡ്യൂറിങ് ഹിസ് ഡോക്ടറേറ്റ്. ഇനി
The narrator imagines his beautiful house surrounded by paddy fields. അപ്പോൾ ഒരു ട്രെയിനിലിരുന്ന് ഓർക്കുന്ന കാര്യങ്ങളാണല്ലേ. അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ഇപ്പം നല്ല പാഡി ഫീൽഡ്സ് ആയിരിക്കും, നല്ല നെൽവയലുകളായിരിക്കും എന്നൊക്കെ ഇയാളിങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. ആൻഡ് ലോങ്സ് ടു ഈറ്റ്, ലോങ്സ് എന്ന് പറഞ്ഞാൽ വിഷസ് എന്നാണ്, ആഗ്രഹിക്കുന്നു. ടു ഈറ്റ് റൈസ് ഡ്യൂറിങ് ഹിസ് മീൽ. അപ്പോൾ ഭക്ഷണത്തിന് അമ്മ നല്ല ചൂട് ചോറ്, നമ്മൾ കണ്ടതല്ലേ, നല്ല ചൂട് ചോറ് വിളമ്പി വയ്ക്കുന്നതൊക്കെ ഇവനിങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. ബട്ട് ഹീ ഷോക്ക്ഡ് ടു സീ ടോൾ റബ്ബർ ട്രീസ് ഇൻസ്റ്റെഡ് ഓഫ് റിച്ച് പാഡി ഫീൽഡ്സ്. അപ്പോൾ പാഡി ഫീൽഡ്സിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ അവിടെ എന്താണ്, റബ്ബർ ട്രീസാണ്. അടുത്തത്, by using husk for toy making, a lot of people could find employment in a state notorious for unemployment. ഇത് നമ്മൾ നേരത്തെ ഇതൊരു ആൻസറിൽ എഴുതിയിട്ടുണ്ട് ഇത്, അല്ലേ. അപ്പോൾ ബൈ യൂസിങ് ഹസ്ക്, ഇപ്പോൾ ഹസ്ക് ഉപയോഗിച്ച് ടോയ് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ ഒത്തിരിയേറെ അല്ലാതെ തൊഴിലൊക്കെ കിട്ടുന്നതാണ്. ഇങ്ങനെ നൊട്ടോറിയസ് ഫോർ, എന്താണ് നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ ഇൽ ഫെയിം എന്നാണ്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിന് കുപ്രസിദ്ധി കേട്ട ഈ നാട്ടിൽ ഇങ്ങനെയൊരു തൊഴിലുണ്ടെങ്കിൽ അത് നല്ലതായിരുന്നു. ഇതൊക്കെയാണ് ഇവൻ ഓർക്കുന്നത്. ദ പോയം ഹാസ് എക്സലൻറ്റ് ഇമേജറി. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് എ നമ്പർ ഓഫ് മലയാളം വേർഡ്സ് ഇൻ ദ പോയം. ഇനി അതിൽ തീം ഒക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ ലാംഗ്വേജ്, എന്താണ് ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് എ നമ്പർ ഓഫ് മലയാളം വേർഡ്സ് ഇൻ ദ പോയം. ദ ലാംഗ്വേജ് ഈസ് കൊളോക്കിയൽ. ബീയിങ് എ സറ്ററിക്കൽ പോയം, അതും ഓർത്തിരിക്കുക, സറ്ററിക്കൽ പോയം എന്നുള്ളത് കേട്ടോ. The style is simple, direct and lucid and it suits the theme. ഓക്കെ, റൈസ് എന്നുള്ള ടൈറ്റിലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റൈസ് പോയത്തെക്കുറിച്ചുള്ളത്. ഇനി നമുക്ക് നോക്കാം അടുത്ത പോയം. ദ പോയം ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്, റിട്ടൺ ബൈ ഒഗ്ഡൻ നാഷ്, ഈസ് എ വെരി ഫണി പോയം, അല്ലേ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഫീലിംഗ് ഓഫ് എ പേഴ്സൺ ഗോയിങ് ടു എ ഡെൻറ്റിസ്റ്റ്. ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന ഒരു ആളുടെ ഫീലിംഗ് ആണ്. ദ പോയറ്റ് പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ചിത്രീകരിക്കുക. പോർട്രേറ്റാണ് ചിത്രം, പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുക. എന്താണ് ചിത്രീകരിക്കുന്നത്? ദ അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് സിറ്റിംഗ് ഇൻ എ ഡെൻറ്റിസ്റ്റ് ചെയർ വിത്ത് ഫിയർ ആൻഡ് ടെറർ. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്ന ആ ഭീകരമായ അവസ്ഥയാണ് ഇദ്ദേഹം ചിത്രീകരിക്കുന്നത്. അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് സിറ്റിംഗ് in a dentist chair with fear and terror. The comic effect of the poem is achieved through exaggeration. ഇപ്പം ഒത്തിരി എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട് ആ പോയത്തിൽ, അല്ലേ. ഒത്തിരി കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റൈസ് എന്നുള്ള പോയത്തിലും അതുപോലെ എക്സാജറേഷൻസ് ഒത്തിരിയുണ്ട്. ഇനി the person sitting in front of him expresses his dislike in opening his mouth wide open. അതാണ് വൈഡ്, നമ്മളത് അതിൻ്റെയൊക്കെ ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടല്ലേ ആ പോയത്തിൽ. മൗത്ത് വൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ പോയറ്റ് എന്താണ് ചിന്തിച്ചത്, അല്ലേ. ദെൻ ഹി ഡിസ്ക്രൈബ്സ് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ടോർച്ചേഴ്സ് റിലേറ്റഡ് വിത്ത് ഇറ്റ്. ഇപ്പം ഈ ഡോക്ടറുടെ അടുത്ത് പോയിരിക്കുമ്പോൾ നമുക്ക് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ടോർച്ചറുണ്ട്, പേടിയാകും പല്ലെടുക്കുമ്പം, അല്ലേ. ഒരിക്കലെങ്കിലും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുള്ളവർക്കറിയാം, അല്ലേ, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ടെറർ. He humorously attributes these tortures as dental. ഇപ്പം മെൻ്റൽ ടോർച്ചറിന് പകരമാണ് ഇവിടെ ഡെൻ്റൽ ടോർച്ചർ. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഡെൻ്റൽ ടോർച്ചർ ശരിക്കും നല്ലൊരു വാക്കാണത്. നമുക്ക് മെൻ്റൽ ടോർച്ചർ, മാനസിക പീഡനം, ശാരീരിക ഫിസിക്കൽ ടോർച്ചർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം ഡെൻ്റൽ ടോർച്ചർ കേട്ടിട്ടുണ്ടോ? അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. ഹി ഹ്യൂമറസ്ലി അട്രിബ്യൂട്ട്സ് ദീസ് ടോർച്ചേഴ്സ് ആസ് ഡെൻ്റൽ. ഇനി ദീസ് ടു പോയംസ്, ഇനിയാണ് കമ്പയർ ചെയ്യുക. രണ്ടിൻ്റെ സിമിലാരിറ്റീസ് ഒക്കെ പറയാണ്. ദീസ് ടു പോയംസ് റിവീൽ ദ കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റി. അതും ഓർത്തിരിക്കുക, എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിലുള്ള കോൺട്രഡിക്ഷനാണ് ഈ രണ്ട് പോയവും, അല്ലേ. ബോത്ത് ദ പോയംസ് ആർ സിമിലർ ഇൻ സ്ട്രക്ചറൽ ആൻഡ് തിമാറ്റിക് ആസ്പെക്ട്സ്. ബോത്ത് ദ പോയംസ് ആർ സറ്ററിക്കൽ ഇൻ നേച്ചർ. ബോത്ത് ദ പോയംസ് യൂസ് എ നമ്പർ ഓഫ് പൊയറ്റിക് ഇമേജസ്. ഇനി നോക്കി വേറൊരു കാര്യം, V3 ഫോമിൻ്റെ അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കാര്യം കൂടിയാണ് നമ്മൾ പറയുന്നത്. പോയംസ് യൂസ്, കണ്ടോ, പ്ലൂറലിൻ്റെ കൂടെ എസ് വരില്ല, അല്ലെങ്കിൽ യൂസസ് എന്ന് ചേർക്കാം, അല്ലേ. പോയം യൂസസ് എന്ന്. പക്ഷേ പോയംസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ യൂസേ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ ഈ കാര്യം പറയുന്നതാണ്, നിങ്ങളെ ശ്രദ്ധിക്കുക കേട്ടോ. Poems use a number of poetic images. The picture of the father wearing a mud-stained dhoti and working in his field
and the aeroplane carrying the chief minister etc. in the poem Rise are examples of അല്ലെ എക്സാമ്പിൾസ് ആണ്, poetic imagesൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി in the poem it is going to hurt a little bit. The poet uses simile, metaphor and personification very effectively. The dentist is called a bear. The instrument used by the dentist is called a crowbar. The polishing of the teeth is compared to the polishing of a horse hoof, and we see the patient tottering to his feet like a drunkard. അപ്പോൾ ഇത്രയൊക്കെയാണ് പോയറ്റിക് എന്താണ് കമ്പയർ ചെയ്യുക, രണ്ട് പോയം തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുന്നു, ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പോയം നന്നായിട്ട് നിങ്ങളൊന്ന് നോക്കുക. ഈ അറ്റ്ലീസ്റ്റ് ഈ രണ്ട് പോയത്തിൻ്റെ സിമിലാരിറ്റീസും പിന്നെ അവിടെ ഉപയോഗിച്ചിരുന്ന പോയറ്റിക് ഇമേജറീസും പോയറ്റിക് ഡിവൈസസും ഒക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പം ശരിക്കും ഇത് 1-2 പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകും. ഇനി അതുപോലെ ഒട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ആ പോയറ്റിക് ഡിവൈസസ് ഏതാണെന്ന്, എന്തൊക്കെയാണ് പോയറ്റിക് ഡിവൈസസ് എന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇടാം. അപ്പോൾ പോയറ്റിക് ഡിവൈസസ് 1 by 1 2 3 എന്ന് പറഞ്ഞ് നിങ്ങൾ ആ നമ്പർ ഇട്ടൊന്ന് എഴുതി വെച്ചാലും മതി കേട്ടോ.